ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ സൂ ഫ്രം സോ എന്ന് പറയുന്ന മൂവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് പടം കണ്ട, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ആക്ച്വലി ഈ പടം കണ്ട് തീർത്തപ്പോൾ തന്നെ, ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട്. ഇറ്റ്സ് ആൻ ആക്ച്വലി കന്നഡ മൂവി, ഇതൊരു കന്നഡ മൂവിയാണ്. ബട്ട് ഇതിൻ്റെ ഡബ്ബ് മലയാളം വെർഷനാണ് ഞാൻ കണ്ടത്. ആൻഡ് താങ്ക്സ് ടു വേഫെയർ ഫിലിംസ്, ദുൽഖർ സൽമാന് വലിയൊരു ഷൗട്ട് ഔട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുക്കൻ ഡബ്ബ്. അതായത് നമുക്കൊരു ശകലം പോലും കല്ലുകടി തോന്നാത്ത രീതിക്കാണ് ഈ പടം ഡബ്ബ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ പല ഹിന്ദി ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, പല ഭാഷകളിലെ പടം നമ്മുടെ ഭാഷയിലേക്ക് ഡബ്ബ് ചെയ്ത് വരുമ്പം നമുക്ക് ഒരു ഏച്ചുകെട്ടൽ, ഒരു കല്ലുകടി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഇത് ആ ഭാഷയിൽ തന്നെയാണ് എന്നുള്ളത് നമ്മളിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും ആ മൂവി കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മൂവി കാണുമ്പോൾ. ബട്ട് സൂ ഫ്രം സോ എന്ന് പറയുന്ന ഈ മൂവി കംപ്ലീറ്റ്ലി മലയാളം മൂവി ആണെന്നാണ് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ഫീല്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ഇതൊരു കന്നഡ മൂവി ആണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. എക്സ്പെഷ്യലി ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, മൂവിയിലേക്ക് വരുവാണെങ്കിൽ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് JP തുമ്മനാട് എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. പുള്ളി ആക്ച്വലി ഇതിനകത്ത് റോളും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസറിനെ പറ്റി പറയുകയാണെങ്കിൽ രാജ് ബി ഷെട്ടി ഇതിനകത്ത് വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. ഇതിനകത്ത് പുള്ളി ഈ സ്ക്രിപ്റ്റ് അക്സെപ്റ്റ് ചെയ്തതും പുള്ളി പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചതിനും പുള്ളിക്കും ഒരു ഹാറ്റ്സ് ഓഫ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ രവിയണ്ണൻ, ഷനിയിൽ ഗൗതം എന്ന് പറയുന്ന ആളാണ് രവിയണ്ണൻ എന്നുള്ള റോൾ ചെയ്തിരിക്കുന്നത്. കിടുക്കൻ. പിന്നെ JB തുമ്മനയുടെ അശോക എന്ന് പറയുന്ന റോളാണ്. പിന്നെ സന്ധ്യ അരക്കീരി ഭാനു എന്ന് പറയുന്ന റോളാണ് ചെയ്തിരുന്നത്. പിന്നെ പ്രകാശ് തുമ്മനാട്, ദീപക് റായി പഞ്ചെ, ഈ ആൾക്കാരുടെയൊക്കെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ എക്സ്ട്രീംലി സോറി. പിന്നെ രാജ് ബി ഷെട്ടി ഒരു സ്വാമിയായിട്ടാണ്, ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് ചെറിയ റോളാണ്. സോ അങ്ങനെ കുറച്ചധികം ആൾക്കാർ, ഞാൻ പറഞ്ഞു ഈ പടത്തിനകത്ത് എല്ലാവരെയും നമ്മൾ ഓർത്തിരിക്കും ഈ പടം കണ്ടു കഴിയും. നമ്മൾ മറ്റുള്ള പടങ്ങൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സിനെ മാത്രം, അല്ലെങ്കിൽ മെയിൻ റോൾ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഓർക്കുന്നതും ഒക്കെ. കാരണം മറ്റുള്ളവരൊക്കെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവരെ അങ്ങനെ ഓർത്തിരിക്കുന്നില്ല. ബട്ട് ഈ പടത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിനെ നമ്മൾ ഓർത്തിരിക്കും. ഇതൊരു ഹൊറർ കോമഡി പടമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഹൊറർ എലമെന്റ് വളരെ കുറവാണ്. കാരണം ഇത് ഓഫ് കോഴ്സ് ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഡക്റ്റബിൾ ആണ്. നമ്മൾ കണ്ടുമെടുത്ത, അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സ്റ്റോറിയാണ് ഈ പടത്തിനകത്ത്. അതായത് ഇതിനകത്ത് ഇതിന്റെ ഒരു പ്ലോട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കണ്ടു മനസ്സിലാക്കുമ്പോഴേ നമുക്കറിയാം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന്, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും, ഇതിന്റെ എൻഡിങ് എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കന്നഡ മൂവി ഒരു മലയാളം ഡബിലേക്ക് വരുമ്പോൾ ഓഡിയൻസിനെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ അത് അതേപോലെ നമ്മളെ കണക്റ്റബിൾ ആക്കിയേ പറ്റൂ അവർക്ക്. ബട്ട് അവരത് ഇതിനകത്ത് നല്ല കിടുക്കനായിട്ട് അവരത് ട്രൈ ചെയ്തിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. നമുക്കറിയാവുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറീസ് ആണെങ്കിൽ പോലും നമ്മളെ അത് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഡയറക്ഷൻ ടീം ആയിക്കോട്ടെ, ഡബ് ടീം ആയിക്കോട്ടെ, എല്ലാവരും അത് അതുപോലെ വർക്ക് ചെയ്തിട്ടാണ്. അത് ഈ സൂ ഫ്രം സോ എന്ന് പറയുന്ന മൂവിയുടെ എൻ്റയർ ടീമിന് അത് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയത് ഇതിൻ്റെ ഡബ്ബിങ്ങിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാണ്, പല ഭാഷകളിലെ പടങ്ങൾ മലയാളം ഡബിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കല്ലുകടി പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ആ ഒരു കാര്യത്തിൽ സൂ ഫ്രം സോ എന്ന് പറയുമ്പോൾ ഒരു പടി മണ്ടയ്ക്ക് നിൽക്കും. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് എല്ലാ മൂവീസിലും ഒന്നോ രണ്ടോ ആൾക്കാർ തന്നെ അവരുടെ വോയിസ് മോഡുലേഷൻ മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഡബ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് വരുമ്പോൾ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അവർ ഓരോ ആൾക്കാരെ തന്നെ അവർ നിർത്തിയതാണെന്ന് തോന്നുന്നത്. ഈ പടത്തിലൂടെ അവർ നല്ലൊരു മെസ്സേജ് അവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ അതിൽ രവിയണ്ണ എന്ന് പറയുന്ന ആളാണെങ്കിൽ നാട്ടിലൊരു മെയിൻ ആളാണ്. അപ്പോൾ ഈ പുള്ളിയുടെ സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം പയ്യന്മാർ, ദെൻ അതിലൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ പയ്യന്റെ ദേഹത്തിൽ ബാധ കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു കഥയാണ് ഈ പടം. ഹൊറർ എലമെന്റ് ഉള്ളൊരു മൂവി കാണാൻ എന്നുള്ള മൈൻഡ്സെറ്റ് നിങ്ങൾ കാണാൻ പോകാതിരിക്കുക. നല്ല കിട്ടുകട്ടൊരു ഫീൽ ഗുഡ് പടം, ഫാമിലിയോടൊപ്പം പോയി എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ പോയി ഈ പടം കാണുക, കിട്ടുക്കാനായിട്ട് വർക്കാവും. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ എടുത്ത് ഞാൻ പറയും. ഞാൻ ആക്ച്വലി ഈ വർഷം കണ്ടതിൽ എനിക്ക് തോന്നും എനിക്ക് ഒരു പടിയെങ്കിലും മുകളിൽ നിൽക്കുന്ന ഒരു മോസ്റ്റ് സാറ്റിസ്ഫൈഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പടമാണ് സൂ ഫ്രം സോ. സോ യെസ് കേസ്, അപ്പോൾ അതാണ് സൂ ഫ്രം സോ എന്ന് പറയുന്ന മൂവി പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും എല്ലാവരും പോയി കാണുക, മസ്റ്റ് വാച്ച് തന്നെ ഞാൻ വീണ്ടും പറയും. ഫാമിലിയായിട്ട് പോവുക, എൻജോയ് ചെയ്യുക, കിടുക്കനായിട്ട് കാണുക, കിടുക്കനായിട്ട് എൻജോയ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ അതേ ഉള്ളൂ. ടാറ്റാ, ബൈ.